നമസ്കാരം, രുചികട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ വിഷു ഒക്കെ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ സദ്യയിലെ ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. സദ്യയിലെ ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഒഴിച്ചിട്ട് അതാണ് ശരിക്കും സദ്യയിലെ മെയിനായിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ആദ്യം മുതലേ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വറുത്തരച്ച സാമ്പാറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കാൻ കുറച്ച് സമയം ആവശ്യമാണ്. അതിൻ്റെ കൂടെ ഈ ഷൂട്ടിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് മടിയായിട്ട് തന്നെയാണ്. പല സ്ഥലങ്ങളിലും വറുത്തരയ്ക്കാതെയും സാമ്പാർ പൊടിയിട്ടിട്ട് നമ്മൾ എളുപ്പമൊക്കെ സാമ്പാർ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വറുത്തരച്ച സാമ്പാറിൻ്റെ ആ ഒരു രുചി എങ്ങനെ നമ്മൾ സാമ്പാർ പൊടിയൊന്നും ഇട്ട് വച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണല്ലോ. അപ്പോൾ കുറച്ച് സമയമൊക്കെ എടുത്താലും നല്ല അടിപൊളി സാമ്പാർ കിട്ടുക എന്ന് പറയുമ്പോൾ ചില്ലറ കാര്യമാണോ? അപ്പോൾ നമുക്ക് അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ചിട്ടുള്ള സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ഒന്ന് നോക്കി വരാം. അപ്പോൾ നമ്മൾ സാമ്പാർ വറുത്തരച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തേങ്ങ വറുത്തെടുക്കാനുള്ള പരിപാടികൾ നോക്കാം. എന്നിട്ട് നമുക്ക് കഷ്ണം വേവിക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മൂപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. അതിങ്ങനെ വഴി ഓരോ സ്റ്റെപ്പായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കളറൊന്നും ചേഞ്ച് ചെയ്യേണ്ട. ഒരു മിനിറ്റ് നേരം ഒന്ന് ഈ ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് ഇങ്ങനെ കളറ് മാറി വരാൻ വേണ്ടി വരില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അത് ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നതെന്ന് പറഞ്ഞാൽ ചെറിയുള്ളിയാണ്. ഒരു 10 ചെറിയുള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സമയം തന്നെ നമുക്ക് വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി ഒരു 15 അല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ആ ഉള്ളിയുടെ ആ ഒരു ഇതൊന്ന് സോഫ്റ്റായി വരൂലേ, അതുവരെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഇങ്ങനെ ചെറിയ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് സാമ്പാർ പരിപ്പില്ലേ, തുവരപ്പരിപ്പ്, അത് 1 ടീസ്പൂണ്. അതുപോലെ തന്നെ നമ്മൾ കുരുമുളകും ഇതേ സമയം ചേർക്കുകയാണ്. അതും നമുക്ക് 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി വറുക്കുകയാണ്. ഒരു 2 മിനിറ്റ് ഏകദേശം, അതായത് ഒന്ന് ചുവപ്പ് കളർ ഇങ്ങനെ വന്നു തുടങ്ങണം. അതുവരെ നമുക്കിനി വറുത്ത് കൊടുക്കാം. കണ്ട കുറച്ചും കൂടി കളർ മാറിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഉഴുന്നും ഉലുവയും ചേർക്കുകയാണ്. ഉഴുന്ന് നമ്മൾ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഉലുവ ഒരു 1/2 ടീസ്പൂണ്. അത്രയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ കളർ കുറച്ചും കൂടി ഇങ്ങനെ ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കാം. ഇതാ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കായപ്പൊടിയാണ്. അപ്പം കായപ്പൊടി ആണെങ്കിൽ നമുക്ക് 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. നല്ല മണമുള്ള കായൊക്കെ ആണെങ്കിൽ 1/2 ടീസ്പൂൺ. പിന്നെ നമുക്ക് നോക്കിയിട്ട് മണം പോരാന്നൊക്കെ തോന്നുകയാണെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും നല്ല കായം ഉണ്ടാവില്ല, കട്ടിക്കായം കഷ്ണമായിട്ടുള്ള ആ കായം ഉണ്ടെങ്കിൽ അതാണ് ചേർക്കുന്നത് നല്ലത്. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ തേങ്ങ വറുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. എപ്പോഴും കായം ചേർത്ത് കൊടുത്തിട്ട് അധികം ചൂടാക്കി കളറൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി ഇതിലേക്ക് ചേർക്കണം. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ മല്ലിപ്പൊടി ഞങ്ങളിവിടെ വറുത്ത് വീട്ടിൽ തന്നെ പൊടിച്ചു വെച്ചതാണ്. അതുകൊണ്ടാണ് അവസാനം ചേർക്കുന്നത്. നിങ്ങൾ പച്ച മല്ലിയാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ തേങ്ങയുടെ കൂടെ ആദ്യം തന്നെ ചേർക്കണം. അതുപോലെ തന്നെ വറുക്കാത്ത മല്ലിയാണെങ്കിലും ആദ്യം തന്നെ ചേർക്കണം കേട്ടോ. ഇതിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റവ് ഓഫാക്കിയിട്ട് ചേർത്തത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട കഷ്ണങ്ങളുടെ കാര്യമൊക്കെ നോക്കാം. അതിന് വേണ്ടി എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. നമ്മൾ തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, 1/2 കപ്പാണ്. ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാണ്. അപ്പോൾ എളുപ്പം തന്നെ പച്ചക്കറിയുടെ കൂടെ തന്നെ വേവിച്ചെടുക്കാമല്ലോ. പിന്നെ വേണ്ട വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്കയാണ്. ഒരു 3 വെണ്ടയ്ക്ക ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്തു. പിന്നെ ഒരു ചെറിയ മുരിങ്ങ എടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ പച്ചക്കായ, ഒരു വലിയ പച്ചക്കായയുടെ പകുതി പച്ചക്കായ എടുത്തിട്ടുണ്ട്. 2 തക്കാളി, അതുപോലെ തന്നെ ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ് മുറിച്ചിട്ട്, പിന്നെ ചേന ഒരു ചെറിയ കഷ്ണം, പിന്നെ നമുക്ക് പച്ചമുളക് വേണം എരിവിന് 2 എണ്ണം, പിന്നെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് 15 ചെറിയുള്ളി, അതുപോലെ തന്നെ ഒരു 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കറിലോട്ട് ആദ്യം കുതിർത്ത് വെച്ചിട്ടുള്ള തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കഷ്ണങ്ങൾ ചേർക്കാൻ പോവാണ്. കഷ്ണങ്ങൾ വെണ്ട ഒഴിച്ചുള്ള എല്ലാ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെണ്ട ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചേന, കായ, പച്ചമുളക്, ക്യാരറ്റ്, പിന്നെന്താ തക്കാളി, ചെറിയുള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ പോവാണ്. അതായത് ഒരു 2 വിസിലൊക്കെ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ വെജിറ്റബിൾസ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു കാര്യമല്ല 2 കാര്യം കൂടി ചേർക്കാനുണ്ട്. വെണ്ടയ്ക്കയും അതുപോലെ തന്നെ മുരിങ്ങക്കായ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ മുരിങ്ങക്കായ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വേവിക്കുന്ന സമയത്ത് ഇനി വിസിലൊന്നും വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മൂടി വെച്ച് വെയിറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറിയതിന് ശേഷം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം തന്നെ വെന്ത് കിട്ടിക്കോളും വെണ്ടയ്ക്ക. അപ്പം നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതാ വെണ്ടയ്ക്കയും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. സ്റ്റവ് ഓൺ ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പുളിയാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ്. അപ്പോൾ അതൊരു 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പുളിവെള്ളം. വെജിറ്റബിൾസ് വെന്തതിന് ശേഷം, പാകത്തിന് വേവായതിന് ശേഷമാണെങ്കിൽ പുളിവെള്ളം ആദ്യം തന്നെ ചേർക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് വെജിറ്റബിൾ വേവില്ല കേട്ടോ. ഇനിയിപ്പോൾ വെജിറ്റബിൾ കുറച്ചുകൂടി വേവണം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അരപ്പ് ചേർത്തതിന് ശേഷവും പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും പുളിവെള്ളം ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതാ ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് കൂടി ചേർക്കാം. എന്നിട്ട് ഇതിന് വേണ്ട ഒരു ഗ്രേവിയുടെ ഒക്കെ തിക്നെസ്സൊക്കെ നോക്കി പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സി കഴുകിയ ജാറിലെ ആ ഒരു വെള്ളം തന്നെയാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഈ സമയത്ത് നമുക്ക് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ആവശ്യമാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത്. ഇനി നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സാധനം നമ്മൾ ചേർക്കേണ്ടത് വേറെ ഒന്നുമല്ല, ഒരു കഷ്ണം ശർക്കര. ഈ ഒരു ശർക്കര ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ ശരിക്കൊരു വ്യത്യാസമായിരിക്കും. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്നൊരു സാമ്പാറുണ്ടല്ലോ, ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് വരും. ഈ സമയം നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് സാമ്പാറിലേക്ക് താളിച്ച് ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് 2 വറ്റൽമുളക് ചേർക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വറുത്തരച്ച സദ്യ സ്പെഷ്യൽ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഒരു മണം എന്നറിയാം. അപ്പോൾ ഇതിൽ പറഞ്ഞ അതേ രീതിയിൽ അതേ അളവുകളൊക്കെ എടുത്ത് വറുത്തരച്ച് വെച്ച് കഴിയുമ്പോൾ നല്ല കിടിലൻ സാമ്പാർ കിട്ടും. നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു സാമ്പാർ തന്നെ. ടേസ്റ്റും മണവും ഒക്കെ അത് തന്നെയായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതിലും കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഉണ്ടാക്കി ഉടനെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വെച്ച് പിറ്റേ ദിവസം അങ്ങ് എടുത്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, എന്ത് പറയാൻ, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങ വറുക്കണം എന്നൊന്നും വിചാരിച്ചിട്ട് ആരും മടി കാണിക്കേണ്ട. എന്തായാലും സംഭവം കുറച്ച് സമയമുള്ളതാണെങ്കിലും ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൊണ്ട് നമുക്കൊരു സംതൃപ്തി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുന്നതിനും കുഴപ്പമില്ല. എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ള കമൻറ്റായി പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.